പ്രിയപ്പെട്ട മാറ്റിച്ച അച്ഛനെ എനിക്ക് ഏകദേശം ഒരു 40 കൊല്ലത്തേക്കുള്ളതായിട്ടറിയാം. അച്ഛൻ വക്കീൽമാരുടെ അച്ഛന്മാരുടെ വക്കീലായിരിക്കുന്ന കാലഘട്ടം അതിനു മുമ്പാണ്. അപ്പോൾ തുടങ്ങി അച്ഛനെ എനിക്ക് പരിചയമുണ്ട്. പഠിക്കുന്ന തോമസ് അച്ഛൻ ഇതുപോലെ നന്നായിട്ട് അറിയാവുന്ന ഒരു അച്ഛനാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കഞ്ചിക്കോട്ടുള്ള മരിയൻ കൂട്ടായ്മയിൽ അടുത്തുള്ളൊരു ശുശ്രൂഷ നൽകി അച്ഛനോട് വികാരിയായിരുന്നു. യൂബിൽ സ്റ്റാൻഡിങ് അച്ഛൻ്റെ സഭ യൂണിവേഴ്സിറ്റി സഭയാണ്. മിഷണറി സൊസൈറ്റി ഓഫ് സെന്റ് തോമസ് നമുക്കറിയാം. അച്ഛൻ്റെ സഭ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ മാലിപ്പറമ്പസ് എന്ന് പറഞ്ഞ വിശുദ്ധനായ വൈദികനുണ്ട്. ആദ്യകാലപ്പെട്ട അച്ഛൻ്റെ ഒരു സുഹൃത്ത്. അപ്പം അതുപോലെ ആ സഭയായിട്ട് വലിയ അടുത്ത ബന്ധമുള്ളതാണ്. ഇനിയിപ്പോൾ വിളിക്കുന്നത് പിന്നെ സുബിനച്ഛനാണ്. അച്ഛൻ ആനക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആനപ്രേമികളോട് ഇഷ്ടമുള്ളതുകൊണ്ട് അച്ഛനെ എനിക്കത് പറ്റില്ല. പക്ഷേ അച്ഛൻ്റെ ഗുരുനാഥയിൽ വിശുദ്ധനായിട്ടുള്ള പിതാവുണ്ടായിരുന്നു. പിതാവാണ് ഇവിടെ ആരംഭിച്ചത്. ആ പിതാവിൻ്റെ കൂടെ ഒരുപാട് അടുത്ത് ഇടപെടിയിട്ടുള്ള ആളാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പിതാവിൻ്റെ പടം ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് 7 വയസ്സ് മുതൽ ഒരുപാട് അച്ഛന്മാരെയും പിതാക്കന്മാരെയും മാതാപ്പന്മാരെയും അടുത്തിടപെടാൻ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ്. എനിക്ക് ഒത്തിരി സന്തോഷവും ഒത്തിരി അടുപ്പവും തോന്നിയിട്ടുള്ളൊരു പിതാവാണ് ബർണബാസ് പിതാവ്. അപ്പോൾ അതുകൊണ്ട് സഭയെ പ്രത്യേകിച്ച് ഓർത്തുമാത്രമുള്ളൂ. ഷാജു എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഷാജു ജാതിയാകുമ്പോൾ ഒന്നും തൂത്തറപ്പോല ഉള്ളതൊക്കെ നേരത്തെ കിട്ടിയത് തന്നെയാണ്. അതൊക്കെ അവിടെ കിടക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതൊന്നും നശിപ്പിക്കാതെ അത് പരിപോഷിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഷിബു എന്താണ് പറയുന്നത്, അഭിഭാഷക ലോകത്ത് നല്ലൊരു പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു. നല്ലൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. കോളേജിൽ കുറിച്ച് കാര്യമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ബുദ്ധിമുട്ടുള്ള കാര്യം വളരെ നന്നായിട്ട് ഷിബു അവതരിപ്പിച്ചു. എനിക്ക് നാട്ടിലെടുക്കുന്ന മാക്സിമം മാറ്റിയിടണം. നിങ്ങൾ നാട്ടിൽ ഇറങ്ങിപ്പോയാൽ കൊള്ളാമെന്നാണ്. വേറെ ഒന്നുകൊണ്ട് വരില്ല. ഞാൻ പ്രസംഗിക്കാൻ വരുന്നത് എന്താ പ്രശ്നം, എനിക്ക് ഒരുപാട് മണിക്കൂറുകളാണ് പ്രസംഗിക്കാൻ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ നിങ്ങൾക്ക് അതാണ് എന്നിൽ നിന്ന് അറിയേണ്ടത്. നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് എളുപ്പമുണ്ട് പ്രസംഗിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ സംസാരമല്ല, സംഭാഷണമായിരിക്കും. അച്ഛൻ സുരേഷം സംസാരം എന്ന് പറഞ്ഞാൽ സംഭാഷണമായിരിക്കും. എനിക്ക് ഗുജറാത്തി ബൈബിൾ ഒരു വിഷമമില്ല. ദൈവം തന്നെയാണ് എനിക്ക് ഗുജറാത്തി പഠിക്കണമെന്നും ഗുജറാത്തിയെ ബൈബിൾ വായിക്കണമെന്നും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷാപരത്തിൽ തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. എനിക്ക് കിട്ടാത്തൊരു ഫലമാണ് ഭാഷാപരം. അതുകൊണ്ട് അത് കിട്ടിയാൽ സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്ങനെ ഭാഷാപരത്തിലാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. വിവിധ ഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് തുടങ്ങി നമുക്ക് പ്രശ്നങ്ങളായി തുടങ്ങി. പക്ഷെ അന്ന് അവർ ഈ സുരേഷ് പറഞ്ഞ ഭാഷ പറഞ്ഞാണെങ്കിലും മനസ്സൊന്നായി. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. കൂട്ടായ്മ വളരെ നന്നായിട്ട് പോയി. പിന്നെ എനിക്ക് പറയാൻ തോന്നിയത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ബോധ്യപ്പെടണമെന്ന് തോന്നിയിരുന്നു. ഈ പറയാൻ ഒരു ബറോഡയിൽ ഒരു സംഗമത്തോട് പട്ടണം വരാവുന്നതിനോട് ഷാജുവിൻ്റെ ഒരു ബന്ധു എൻ്റെ വീട്ടിലുള്ള അച്ഛൻ വഴിയായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പോൾ രാവിലെ സാർ 1 മണിക്കൂർ തീർക്കാൻ സാറിനൊട്ടേക്കാൻ പറഞ്ഞു. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം സർക്കാർ ജോലി ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ റൊട്ടിച്ചാൽ അതുപോലെ ആർബിട്രേഷനും മീഡിയേഷനും കൺസൾട്ടേഷനാണ്. അപ്പോൾ അത് ഞാൻ 14 സെഷൻ തുടങ്ങി. ആ സെഷൻ എൻ്റെ വേറെ സെഷൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് 10:59 ഞാൻ പോകും. അത് അതിൻ്റെ ഒരു മുൻകൂർ ജാമ്യം ഷിബിനോട് പറഞ്ഞ മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുന്നത് മാത്രമേ. പേരുകളും തിരിച്ചുള്ള 2015 നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ സംഭവം. അന്ന് പ്രധാനമന്ത്രി എന്നെയും ഭാര്യയുടെ ആളുകളെല്ലാം നിർമ്മിച്ചുള്ളതാണ്. അതാണ് എൻ്റെ ഭാര്യ എൻ്റെ വശങ്ങളൊക്കെ എന്നോട് ഈ കുരിശെടുക്കണ്ടെന്ന് പറഞ്ഞാൽ പക്ഷേ റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പ്രോസസ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അഭിമാനത്തോടെ പടിയിറങ്ങിപ്പോന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അന്ന് ഒരാഴ്ച അത് വലിയ ആഴ്ചയായിരുന്നു. അന്ന് പ്രസിഡന്റിൻ്റെ അത്താഴെടുക്കുന്നു, പ്രധാനമന്ത്രിയുടെ അത്താഴെടുക്കുന്നു, ചീഫ് ജസ്റ്റിസിൻ്റെ അത്താഴെടുക്കുന്നു, ഞങ്ങൾ ലോകേഷൻ്റെ ലഞ്ച് അവിടെ പറഞ്ഞാൽ ഹോളി വീക്ക് എന്നതിൻ്റെ അർത്ഥം ഒരു വലിയ സംഭവമായിരുന്നു. അത് വിശദമായി ആചരിക്കേണ്ട ഒരാഴ്ച. ഞാൻ അവരോട് പോയിന്റ്
അപ്പൊ അതിനകത്ത് എപ്പോഴും നമ്മുടെ കണ്ണീര് മാറും നമുക്ക് പാടി അലങ്കാരക്കാരല്ലാത്തത് പറയാം താല്പര്യപൂർവ്വം പങ്കെടുത്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് മനോഹരമായ പ്രാർത്ഥനകാരൻ. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വരിയായിരുന്നു കണ്ണീരെല്ലാം മാറും. എപ്പോഴാണ് അവർ പറയുന്നത് പാടുന്നത്? അലങ്കാരക്കാരെ പാടുന്ന പാട്ടുകൾ ഞാൻ ചോദിക്കരുതെന്ന്. അപ്പൊ എന്റെ വലിയ അപേക്ഷ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നത് കാര്യം ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വല്ലപ്പോഴും ഇവിടെ ഒന്നും താല്പര്യപൂർവ്വം പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പങ്കെടുക്കില്ല. അല്ലെങ്കിൽ നാടൻ ആണോ ഉച്ചയ്ക്കുള്ള നാടനാണോ നസ്രാണിയുടെ നാടാണോ? ഞാൻ ചോദിച്ചത് സാധനം മുഴുവൻ പെട്ടെന്ന് കിട്ടില്ല എന്നുണ്ട്. അത് അപ്പോ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഉച്ചയ്ക്ക് അതൊക്കെ കഴിച്ചങ്ങ് പോകുമല്ലോ. അപ്പോൾ നമ്മളൊന്നും ഇവിടെ പഠിക്കുന്ന സെന്റ് തോമസ് ഫെലോഷിപ്പിനെ കുറിച്ച് പറയാം. ഞാൻ അച്ഛൻ സൂരജ് അച്ഛൻ പറഞ്ഞ കുട്ടികൾ വേണ്ടത് ക്രിസ്ത്യാനികൾ തിരഞ്ഞാണ് ആഗ്രഹിക്കുന്നത്. അപ്പം എനിക്ക് വളരെ പ്രിയപ്പെട്ട വക്കീലുണ്ട്. ആ വക്കീലിനോട് ഞാനൊരു പ്രസംഗമായിട്ട് അറിയുന്ന സുഖമാണെന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി, ഞാൻ ഈ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല എന്നുള്ള ദൈവബോധനം ഇതിനേക്കായി മനോഹരമായ വ്യാഖ്യാനം ചെയ്ത ഹിന്ദു ആളെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, സാറേ മനസ്സിൽ അഴുക്ക് ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമാണ്. അപ്പൊ എന്താണ് നമ്മുടെ സുഖം കിട്ടിക്കളയുന്നതെന്നും എവിടെയാണ് നമുക്ക് സുഖമില്ലാത്തതെന്നും ചോദിച്ചാൽ അതിനുള്ള ഏക മറുപടി മാത്രമുള്ളൂ, മനസ്സിൽ അഴുക്കില്ലാത്തതുകൊണ്ട് നല്ല സുഖമാണ്. അപ്പൊ ഞാൻ അമ്മച്ചോട് ചോദിക്കുന്നത് നല്ല സുഖമാണ്. എന്തുകൊണ്ട് സുഖം? മനസ്സിന് സന്തോഷം ഉള്ളതുകൊണ്ട്. മനസ്സിൽ സന്തോഷമുള്ളതുകൊണ്ടാണ് പിന്നെ മനസ്സിൽ വിശ്വാസം മനസ്സിൽ അഴുക്കൊന്നുമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നല്ല സുഖമാണ്. അപ്പൊ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ കൊടുത്തിരിക്കുന്നത് മനസ്സിൽ യാതൊരു അഴുക്കും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമാണെന്ന് പറഞ്ഞൊരു കൊടുത്തിപ്പെടുന്നതാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. കാരണം ദൈവം വിശുദ്ധി തന്നെയാണ്. അപ്പൊ ദൈവം വിശുദ്ധി തന്നെയാണെങ്കിൽ ആ ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ വിശുദ്ധി മനസ്സിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ആ വിശുദ്ധിയുടെ കൂടി മാത്രമേ. അപ്പൊ എന്തിനാണ് നമ്മൾ ക്രിസ്ത്യാനിയായിരിക്കുന്നത്? ഞാൻ ചോദിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ My parents brought me as a Christian. My parents brought me as a Christian. Why do you remain as a Christian? You brought me as a Christian, but why do you remain as a Christian? I believe in Christ. You believe in Christ, very good. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. Why do you believe in Jesus Christ? Because since childhood I have been told that what has happened again. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ആ ചെറുപ്പത്തിൽ കിട്ടിയ യേശു ക്രിസ്തുവിനെ വലുപ്പത്തിലായപ്പോൾ മനസ്സിലാക്കാനും പഠിക്കാനും അറിയാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. You remain as a Christian because I am now convinced what I was told in the childhood is the same Jesus Christ whom I experience now. Very good. മനുഷ്യനെല്ലാം ദൈവം സൃഷ്ടിച്ചു. To be a good human being. Do you require to be a Christian to be a good human being? ഫ്രാൻസിസ് പാപ്പയുടെ വലിയൊരു ചോദ്യം. So what distinction do you find in being a good human being and a good Christian? Is there something about good Christian? എന്നോട് എന്റെ പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന് മാത്രം അത് പറഞ്ഞില്ല. ഒരു പ്രാക്ടീസിങ് കാത്തലിക് എന്ന് പറഞ്ഞത് ഞാനത് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. കാരണം കാത്തലിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് ആണ്. അല്ലാതെ ഈ ജഡ്ജിമാരെ കുറിച്ച് ഓണസ്റ്റ് ജഡ്ജാണ് പറഞ്ഞോണ്ട് അത് ഓണസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം പോയി. അച്ഛന്മാരെ വിശുദ്ധ അത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യും. എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ഇറങ്ങിപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കുന്നതോടെ ഇറങ്ങി പോകുന്നത്. അപ്പൊ എന്താണ് മനുഷ്യൻ ദൈവം നമ്മൾ കൂടി ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ച് പറയണം. ഞാൻ ചോദിച്ച ചോദ്യം ഒരു കൂടി ഹ്യൂമൻ ബീയിങ് ആവാനായിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായിരുന്നു. വിശ്വസിക്കാൻ കാര്യമുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ മുതൽ അങ്ങനെ പരിശീലിച്ച് വന്നപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്.
teaches us to be a good Christian. നല്ലൊരു കാര്യം കൊടുക്കാൻ പറയുന്നത് because Christianity teaches us how to be a good human being. That's very good. അത് നല്ലൊരു ഉത്തരമാണ്. അത് വളരെ കൃത്യതയും വ്യക്തതയുള്ള ഉത്തരവാണ് കൂടിയാണ്. So what way, if I can ask you, what way has Christianity taught you to be a good human being? You told me that Christianity teaches us to be ഒരു നല്ല മനുഷ്യനാവാൻ ക്രിസ്ത്യാനിറ്റി നമ്മളെ സഹായിക്കുന്നു. അപ്പൊ എനിക്ക് കുറച്ച് വേണ്ടപ്പെടുന്നതല്ല. അപ്പൊ നല്ലൊരു ക്രിസ്ത്യാനി ആവാനെ, നല്ലൊരു മനുഷ്യനാവാൻ ക്രിസ്ത്യാനിറ്റി എന്നെ നോയെ സഹായിച്ചു. Bible and remember. What do you find from the Bible to be a good human being? To be a forgiver. To forgive. That's very good. ക്ഷമിക്കുക. That's great. അത് നമുക്ക് പലർക്കും ഇല്ലാത്ത വലിയൊരു ക്വാളിറ്റിയാണ്. ക്ഷമിക്കാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം ബൈബിൾ വായിച്ചവരുടെ നോക്കി കിട്ടുന്നതാണ്. സോ ക്ഷമിക്കാനുള്ള ഒരു കഴിവില്ലാത്ത ഒരാൾക്ക് നല്ല മനുഷ്യനാവാൻ ഒരിക്കലും പറ്റില്ല. ക്ഷമിക്കാന്നുള്ളത് വേറെ നിങ്ങളൊരു ക്വാളിറ്റി തോന്നിട്ടോ. നല്ലൊരു മനുഷ്യനാവാനായിട്ട് ക്രിസ്ത്യാനിറ്റി സഹായിച്ചു. നമ്മളെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് കൽപ്പനകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത് നമ്മെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ തന്നെപ്പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ സുവിശേഷ ഭാഗത്തിൽ കർത്താവ് രണ്ട് കൽപ്പന കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ച് വെച്ചത്. ആ വർഷത്തേക്കൊന്ന് വന്നാക്കുവാൻ എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊരു വലിയ ചോദ്യമാണ്. എന്തിനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? അത് ഞാൻ അവിടേക്ക് വന്നാൽ ഈ ചോദ്യം പൂർത്തിയാവും. ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു? എന്തിനു വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു? എന്തിനു വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു? എന്തിനു വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു? കർത്താവായ യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്നാണ്. എന്തൊരു കൂട്ടി തീർക്കാൻ തോന്നുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്താ സുഖരസം പറഞ്ഞില്ലേ, കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞു. ഈ കൂട്ടായ്മയുടെ 4-5 ഘടകങ്ങൾ മറക്കേണ്ടത്. ഞാൻ അവിടേക്ക് വന്നോളൂ. അത് മറക്കാൻ വേണ്ടി പറയും. അവർ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ഹൃദയാഠ്യത്തോടും വിശുദ്ധിയോടും കൂടി പ്രാർത്ഥന, പ്രബോധനം, അപ്പം മുറിക്കൽ, കൂട്ടായ്മ എന്നിവയിൽ പങ്കെടുക്കും. അപ്പൊ ഈ കൂട്ടായ്മ ആവണമെങ്കിൽ നമുക്ക് 8 ഘടകങ്ങളിൽപ്പെട്ട ആദ്യത്തെ ഘടകമാണ് താല്പര്യപൂർവ്വം. അപ്പൊ രണ്ടാമത് ചോദ്യം ചോദിക്കുന്നത് ദൈവം മനുഷ്യനെ വീണ്ടും ശ്രദ്ധിച്ചത് രക്ഷാപ്രവൃത്തിയിൽ പങ്കാളികളാകുമ്പോൾ രക്ഷാകര പ്രവൃത്തിയിൽ പങ്കാളിയാവാൻ വേണ്ടിയാണ് തിയോളജി ക്ലാസ് പഠിച്ചത്. ഇല്ല, എന്താണ് രക്ഷാകര പ്രവൃത്തി? ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് രക്ഷാകര പ്രവൃത്തി. ദൈവം മനുഷ്യനെ രക്ഷിച്ചത് കുരിശുമരണത്തിലൂടെ രക്ഷിച്ചു. എന്തുകൊണ്ട് കുരിശുമരണം വേണ്ടിയൊന്ന്? മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമാണ്. എന്ത് പാപം? മനുഷ്യൻ സൃഷ്ടിച്ചത് രക്ഷാകരപ്രവൃത്തിയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. 52 കൂട്ടം ഈ വേദോപദേശം പഠിച്ച ആളുകളുണ്ട്. 52 ചോദ്യങ്ങളുടെ വേദോപദേശം പഠിച്ചെടുത്തപ്പോൾ അടിപൊളി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യത്തെ വേദോപദേശ പുസ്തകത്തിൽ 52 ചോദ്യങ്ങൾ മാത്രമല്ല. അതിനകത്ത് ആദ്യത്തെ ചോദ്യമാണ് ദൈവം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു? ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും.
ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാൻ. പിന്നെ ഓർക്കണം, കൈകടി കൊടുക്കാം. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ നിത്യമഹത്വത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യർ അറിഞ്ഞ് സ്നേഹിച്ച് മഹത്വപ്പെടുത്തി അവിടുത്തെ നിത്യമഹത്വത്തിൽ പങ്കുചേരാൻ വേണ്ട. ദൈവത്തിൽ നിന്നും പുറപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ തക്കവണ്ണം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച്. ഞാൻ ഒരു 19,000-ഓളം ഈ വിവാഹ കേസുകൾ കൈകാര്യം കേസിന് ഒരു 75% വിവാഹ കേസുകൾ ഞാൻ കൈകാര്യത്തിൽ കണ്ടിട്ടുള്ളത് പകർന്ന വിവാഹ കേസുകൾ പ്രേമ വിവാഹങ്ങളാണ്. അപ്പം എന്തുകൊണ്ട് പ്രേമ വിവാഹങ്ങൾ പരാജയപ്പെടാനാണ് തോന്നുന്നില്ല? ഈ പ്രേമ വിവാഹങ്ങൾ അതെന്തുകൊണ്ടായിരിക്കും? നേരത്തെ പ്രേമിച്ച് പിന്നെ കല്യാണം കഴിച്ച് പിന്നെ പ്രേമിക്കാൻ സാധിക്കില്ല. അവന്റെ ഇപ്പോഴത്തെ സിസ്റ്റം ഉണ്ടല്ലോ, എങ്ങനെ കൈകാര്യം പ്രേമിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ പ്രേമ കല്യാണത്തിന് മുമ്പ് പ്രേമിക്കാൻ ആവശ്യമായിരുന്നു, കല്യാണം പ്രേമിക്കാൻ പറ്റില്ല. അത് അതിന് മുമ്പുള്ളത് ബാഹികമായിട്ടുള്ള സ്നേഹമാണ്. കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് രണ്ട് മനസ്സുകൾ തമ്മിൽ ചേരുന്നത്. അപ്പോഴാണ് അവിടെ ഈശോ നമ്മുടെ ഇടയിലുള്ളത്. അപ്പോൾ 3 മനസ്സുകളാണ് അവിടെ യോജിക്കുന്നത്. തീർച്ചയായും അതിനെ പീഡിപ്പിക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും വിവാഹത്തിന്റെ സമയത്ത് ധൈര്യമായിട്ട് വിളിക്കേണ്ട ആളാണ്, ഉറപ്പായിട്ടും വിളിക്കേണ്ട ആളാണ്. ഈ പ്രേമവാദത്തെ കുറിച്ച് ഞാൻ സമയം കൊണ്ട് ചോദിക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടുള്ളത് സത്യമായ പരമായ സത്യമാണ്. അറിയാതെയാണ് സ്നേഹിച്ചത് കല്യാണത്തിന് മുമ്പ്. കല്യാണത്തിന് ശേഷം അറിഞ്ഞേ ജീവിക്കാൻ പറ്റുള്ളൂ. ജീവിക്കുന്നതിന് വേണ്ടി അറിയാൻ തുടങ്ങിയപ്പോഴോ പ്രേമിച്ചതൊന്നും ഒരു കാര്യമുണ്ടായിരുന്നു. അന്ന് പ്രേമിച്ചോണ്ട് നടന്നപ്പോൾ കുറവുകളല്ല വലിയ നിറവുകളായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴോ കുറവുകളല്ല വലിയ പ്രശ്നങ്ങൾ. വാനാട്ടം പ്രശ്നമാണ്. പിന്നെ ചെയ്തിട്ട് വാനാട്ട ഒരു വിവാഹം നടന്ന കേസിൽ പ്രധാനപ്പെട്ട മെയിൻ കേസ് ഡൈവേഴ്സ്. അങ്ങനെ പറഞ്ഞു. അതുവരേക്കും പലർക്കും സ്വതന്ത്രമായിരുന്നത് സ്വതന്ത്രമായിട്ട് മാറിയെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അറിയാതെ സ്നേഹിച്ചുകൊണ്ടാണ്. അറിഞ്ഞ് സ്നേഹിച്ചാൽ ആ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ ദൈവസ്നേഹത്തെ അറിയാൻ വേണ്ടി പറഞ്ഞു. ദൈവത്തെ അറിയാതെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. അപ്പൊ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി. ഇതാണ് ഈ സത്യപ്രവൃത്തിയോട് ഞാൻ വെച്ചത്. ഇവിടെ ദൈവത്തെ പ്രകാശിപ്പിച്ചും പ്രസാദിപ്പിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ നിത്യമോഹത്തിൽ പങ്കുചേരാനാണ്. കാരണം അവിടെ നിന്ന് പുറപ്പെട്ട ആള് അവിടെ തന്നെ തിരിച്ചു ചെയ്യും. അപ്പൊ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റി, ക്രിസ്തു മതത്തിൽ നമ്മളെ സഹായിക്കും. നമ്മുടെ ഒക്കെ കേരളത്തിൽ പിള്ളേരുടെ മതത്തിൽ പല രക്ഷപ്പെടാനാണ്. പക്ഷേ രക്ഷപ്പെട്ടിട്ട് you can speak in Malayalam, English. How do you find that Christianity would help you to become a good human being? Let me say that. Like Jesus Christ has given us the greatest example, like how he believed in Christ and led his life. Through his steps, we can follow him. He has taught us to love our neighbors as well. Now he has said, as you love me, love your neighbors. That is us humanity. So anyone who cannot, whom you cannot love will not be your neighbor now. Now that's one thing that's clear. If I cannot somebody, I can say, it's not my neighbor. Because Jesus has told only to love the neighbor. No? So I think that his teachings are golds at all times. His life and his parables have become many ways in which have become rules for people, for us Christians, to lead a life. Okay. Jesus has taught us as to എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു എന്നാണ്. പിന്നെ ഈ യേശു ക്രിസ്തുവിനോട് ആരാ ചോദിച്ചത് എന്താ സത്യം എന്ന് ചോദിച്ചാല് വാട്ട് ഈസ് ട്രൂ ഈ ചോദ്യം ചോദിച്ചാല് യേശു ക്രിസ്തുവിനോട്
എന്താണ് സത്യം എന്ന് ചോദ്യം ചോദിച്ച ആളാണ്. എന്താണ് സത്യം ചോദിച്ചാൽ എന്താണ് സത്യം ചോദിച്ചാൽ യേശുവിനോട് പീലാത്തോസാണ് ചോദ്യം ചോദിച്ചത്. യേശുവിന്റെ മറുപടി ഉണ്ട്. മറുപടി ഞാനാണ് സത്യം. ഒരു കൈയ്യിൽ നന്നായിട്ട് കൊടുക്കാൻ പേരുണ്ട് ജോസഫ് എത്രയും ഒരു മറുപടി ഇത്രയും കാലത്ത് എൻ്റെ 10-40 കൊല്ലത്ത് ഈ പ്രസംഗത്തിനിടയ്ക്ക് ഞാൻ ആരുടെ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം യേശു ഒരു മറുപടിയും പറഞ്ഞില്ല. കാരണം യേശുവാണ് സത്യം എന്നതുകൊണ്ട് സത്യം എന്ന വ്യക്തി അവിടെ നിൽക്കുന്നു. ഇതാണ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. യേശു എന്ന വ്യക്തിയെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് പിന്നെ നേരത്തെ പറഞ്ഞ റൂൾസ്, റെഗുലേഷൻസ്, ബൈലോസ് ഇതൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ, ഇൻസ്പിറേഷൻ, മോഡൽ ആൻഡ് ചലഞ്ച്. ഞാൻ എപ്പോഴും പറയും, നമുക്ക് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമുക്ക് ഒരുപാട് പ്രചോദനങ്ങൾ കൊടുക്കാം, പ്രബോധനം കൊടുക്കാൻ പറ്റും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആരാണ്? കുട്ടികൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമുള്ളത്. ഇന്ന് ഒരു ക്രിക്കറ്റ് മനോഹരമായ ഒരു കാര്യം പറഞ്ഞയാള് സൂര്യകുമാർ യാദവ്, പറഞ്ഞയാള് എന്തുവാരെ പറഞ്ഞോട്ടുണ്ട്. Empowering your daughter, you educate your son. Empowering your daughter is one thing, but more important is educating your son. നിങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തുന്നതിനാൽ, മകളെ ശക്തിപ്പെടുത്തുന്നതിനാൽ മകനെ നിങ്ങൾ എന്താ പറയുക, എഡ്യൂക്കേറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത്, നമ്മുടെ ആസ് പേരൻസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ മലയാളത്തിൽ വേറെ വാക്കുണ്ട്, പകർന്നു കൊടുക്കാണ്. പറഞ്ഞു കൊടുക്കലും പകർന്നു കൊടുക്കലും രണ്ടാണ്. ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യവും പകർന്നു കൊടുക്കുന്ന കാര്യവും രണ്ടാണ്. ഇപ്പം നമ്മുടെ അടുത്ത സിസ്റ്റർമാരിപ്പുണ്ട്. ഈ സിസ്റ്റർമാരുടെ ഈ കർമ്മ സഭയിൽ അവർ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഷെഡ്യൂൾ സൈന്യം അവർക്ക് പോരി, ഷെഡ്യൂൾ സൈന്യം അവർക്ക് 4 കാര്യം. എന്നിട്ട് ഇവിടെ ആദ്യ കാലഘട്ടത്തിൽ ഗുണദോഷം പറയാനില്ല. 10 പേര് ഗുണദോഷം പറഞ്ഞാൽ എന്താണ്? കപ്പി കൊടുക്കുന്നത് ഈ 10 പേര് ഗുണദോഷം പറഞ്ഞാൽ കപ്പി കൊടുക്കുള്ളൂ. അപ്പൊ ഈ ഗുണദോഷം പറയാനായിട്ട് അച്ഛന്മാരുണ്ട്. അപ്പൊ ഈ ചില സിസ്റ്റർമാർ ഈ അച്ഛനെ എന്നാ മാറിപ്പോണെന്ന് മാത്രം ആലോചിച്ചിരിക്കും. കാരണം അച്ഛന്മാരെപ്പോഴും അവിടെ നിന്നുണ്ട് ഗുണം പറയാനുള്ള ദോഷം പറയാനുള്ളൂ. ഇപ്പൊ ദോഷം പറയാൻ ഉൾപ്പെട്ട് ഗുണം പറയാൻ ഉൾപ്പെട്ട് അത്യാവശ്യം താമസം. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രബോധനത്തിലൂടെ മാത്രം ഒരിക്കലും മക്കളെ വളർത്താൻ പറ്റില്ല. If you want next generation to be formed, you have to inspire and you have to challenge. നിങ്ങൾക്ക് അവരെ പ്രചോദിപ്പിക്കാനും അവരെ വെല്ലുവിളിക്കാനും തക്ക ക്വാളിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ക്വാളിറ്റീസാണ്? ഡെമോൺസ്ട്രബിൾ ക്വാളിറ്റീസ്, ജീവിച്ച് കാണിക്കുന്ന ക്വാളിറ്റീസ്. അല്ലാതെ എൻ്റെ തലയിലുണ്ടായിട്ടൊരു കാര്യമില്ല. തലയിലുണ്ടായിട്ട് ഞാൻ എപ്പോഴും കുറച്ച് ഉദാഹരണം പറയാറുണ്ട്. ഈ ഒരു 2 ടീച്ചേഴ്സിൻ്റെ ഉദാഹരണം. ഒരു ഫാദറും മദറും ടീച്ചറായിട്ടുള്ള 2 കുട്ടികൾ. അപ്പോൾ ഈ ഫാദറിൻ്റെ മകൻ്റെ എല്ലാം ഒരുക്കി വെച്ച് ഞാൻ രാവിലെ മേശപ്പുറത്തിരുന്ന് പത്രം വായിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച്, അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് മക്കളോട് പറയും ഒരു ദിവസം നിങ്ങളുടെ കൊണ്ട് പടം കാണാൻ പറ്റും, അച്ചീവായിട്ട് പടം കാണാൻ പറ്റുന്നത് നിങ്ങളിവരൊക്കെ കണ്ടുപിടിക്കുക. എപ്പോഴും ഈ കുട്ടികൾ കമ്പയർ ചെയ്ത് പറയും. ഒരു ദിവസം ഒരു 8ാം ക്ലാസ്സിലെ കുട്ടി പറഞ്ഞു, ഇതൊന്നും നിർത്തിയിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഞങ്ങളെ കണ്ടുപിടിക്കുക എന്നൊന്നും പറയാറ്. വേറെ ഒന്നും വേണ്ട. നിങ്ങൾ അവരെ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുക, ഒന്നും പറയാനില്ല. ഒരു ദിവസം നിങ്ങൾക്ക് 2 പേർക്ക് നിങ്ങൾ വേറെ ആരെയും കണ്ടുപിടിക്കട്ടെ, ഞങ്ങളെ കണ്ടുപിടിച്ചാൽ മതിയെന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിച്ചു. സംഭവിച്ച കാര്യത്തെ കുറിച്ചാണ്. അങ്ങനെ ചോദിക്കാൻ നമുക്ക് ധൈര്യമുണ്ട്. നമ്മളുടെ മക്കളുടെ മുമ്പിൽ ഞങ്ങളുടെ ഉപദേശത്തിൻ്റെ ഞങ്ങൾ ഉപദേശിക്കുന്നില്ല. പക്ഷെ look at us and learn from us.
സ്ത്രീകൾ മാത്രമാണ് ധൈര്യം കാണിച്ചു. എന്റെ നേരം ഞങ്ങളുടെ നേരം നോക്കി ക്ലാസ്സിലെ ഗൈഡൻസും പഠിക്കുന്നു. സുന്ദരകവാടത്തിൽ ഭിക്ഷ അയച്ചു വിട്ടുന്നവരോടാ പറഞ്ഞത്. അപ്പൊ അവർക്ക് എന്താ ആവശ്യം? ഭിക്ഷയായിരുന്നു ആവശ്യം. പത്രോസ്ലീഹ എന്താ പറഞ്ഞത്? നീ കിട്ടും എന്ന് നീ പ്രതീക്ഷിക്കുന്ന കാര്യം എന്റെ കയ്യിലില്ല. പക്ഷെ നിനക്ക് ആവശ്യമുള്ളത് നീ കിട്ടുന്ന ഭിക്ഷോട്ട് നീ രക്ഷപ്പെടില്ല. പക്ഷെ നിനക്ക് ആവശ്യമുള്ളത് എന്റെ കയ്യിൽ ഞാൻ തരാം. അത് ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കാനുള്ളതാണ്. കാരണം പത്രോസ്ലീഹയ്ക്ക് ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തിയെ നമ്മളെ സുഖപ്പെടുത്താൻ കഴിയുന്നത് അറിയായിരുന്നു. പക്ഷെ പത്രോസ്ലീഹ എന്തില്ലാന്ന് പറഞ്ഞാലേ അത് നടക്കുള്ളൂ എന്നും അറിയാം. അപ്പൊ എന്തില്ലാന്ന് പറഞ്ഞിട്ടാണ് അതുപോലെ നമ്മുടെ മക്കളുടെ മുമ്പിലും നമ്മുടെ മുമ്പിൽ ഈ വളവും തിരിവൊന്നുമില്ല, നേരെ വാ എന്നൊരു ഒറ്റ ലൈൻ മാത്രമേ നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇന്നത്തെ കാലത്ത് ഓടുള്ളൂ. കാരണം അവർ നമ്മളെക്കായും കൂടുതൽ നമ്മുടെ വളവും തിരിവും ഒടിവൻ ചവലും അറിയുന്നവരാണ്. അതുകൊണ്ട് if you really want to bring up a next generation as good children and നേരത്തെ പറഞ്ഞില്ല നാളത്തെ യൂത്ത് നാളത്തെ ഇന്നത്തെ ഡെസ്റ്റിനി അവരുടെ ഡിസൈഡ് അവരെ തീരുമാനിക്കുന്നത്. അപ്പൊ അവരെ നമുക്ക് നേരണം എന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നമുക്ക് നേർക്കാഴ്ചയോടുകൂടി നിൽക്കാൻ പറ്റും. അപ്പൊ അവർ ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, പകർന്നു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, പകർന്നു കൊടുക്കണം. പ്രബോധനം കൊടുത്തിട്ട് കാര്യമില്ല, പ്രചോദനം കൊടുക്കണം. ഈ 4 വാക്കുകൾ മലയാളത്തിൽ 4 സെന്റൻസ് എന്ന് ഓർത്തിട്ടാണ്. പറഞ്ഞു കൊടുത്താൽ മക്കൾ ആരും അതും പറയും, നമുക്കറിയാവുന്നതല്ല ഇതേ പറഞ്ഞു ഇതന്നെ പറയുള്ളൂ, അതും പറയുന്നു നമുക്കറിയാവുന്നതല്ല, അവരത് കേൾക്കില്ല. നമ്മുടെ പല പ്രസംഗങ്ങളും കേൾക്കാത്ത കൊണ്ട് നമ്മളെല്ലാം മക്കൾ ഒരുപാട് പ്രസംഗിക്കും. പക്ഷെ മക്കളാരും ശ്രദ്ധിക്കുന്നില്ല. അവർക്കറിയാം ഈ പ്രസംഗിക്കുന്ന ആളുകളായിട്ട് ഒരു ബന്ധമില്ല. അത് വെറുതെ നമ്മളോട് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞാൽ നേരെ മറിച്ച് അവർക്ക് ഒന്നും പ്രസംഗിച്ചു കൊടുക്കണ്ട. ഇത് ഗാന്ധിജി ഒരുപാട് ജീവിച്ചിരുന്നാണല്ലേ. ഗാന്ധിജിയുടെ മനോഹരമായൊരു മനോഹരമായിട്ടുള്ളൊരു ജീവിതത്തെ കുറിച്ച് ഗാന്ധിജിയുടെ മറ്റൊരു വാക്യമാണ്. എന്റെ ജീവിതം ചോദിച്ചോളല്ല, എന്റെ ജീവിതം എന്റെ സന്ദേശം. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഞങ്ങൾ ഈ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഈ മക്കളുടെ അടുത്ത് ജീവിതമാണ് മക്കളെ നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് നിങ്ങൾക്ക് അവരെ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. നഷ്ടപ്പെടാതെ കൊണ്ടുനടക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്രിസ്ത്യാനിറ്റി ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനെയാണ് യേശു ക്രിസ്തു ഒരു നല്ല മനുഷ്യനാവാൻ ഒരു നല്ല ക്രിസ്ത്യാനി ആവാൻ ആവശ്യമുണ്ട്. അവിടെ നമ്മൾ ചോദിച്ചു തുടങ്ങിയത് ഒരു നല്ല മനുഷ്യനാവാൻ ക്രിസ്ത്യാനിറ്റി എന്നെ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചെറുപ്പക്കാരായ പിള്ളേരാണ് മുമ്പ് തന്നു തുടങ്ങിയത്. കാരണം ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാക്കുന്ന ഒരു ജീവിത ശൈലിയാണ് യേശു ക്രിസ്തുവിന്റെ. മദർ തെരേസ ഒരു മനോഹരമായ കാര്യമാണ്. ഞാനായാലും മാമോദിസ മക്കളിൽ I only have people to become better human beings. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഒരു മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യനാക്കുക എന്നുള്ള ഒറ്റ കാര്യം ഞാൻ ചെയ്യുന്നത്. ആൻഡ് എ സിറ്റിസൺ മോർ റെസ്പോൺസിബിൾ സിറ്റിസൺ. ഇതാണ് പറഞ്ഞത്. ഞാൻ ആരെയും ആഘോഷമായിട്ട് ഒന്നും ഒരു നടക്കുന്നില്ല. But I help people to become better human beings and more responsible citizens. കൂടുതൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാവാനായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാവാനായിട്ടും ഞാൻ സഹായിക്കുന്നു. ഇത് നമുക്ക് ഈ ഒരു സത്യം മാത്രമേ ഈ ബോധ്യം ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കോളാണ്, നമ്മുടെ ഓരോരുത്തരുടെയും വിളിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നാളെ ലോകത്തിന്റെ കേരളത്തിന്റെ ഏത് ഭാഗം ആളുകളും ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ദേവാലയം വേണമെന്നും ഇവിടെ താല്പര്യപൂർവ്വം അനുദിനം ഒരുമിച്ച് കൂടി ഹൃദയകാലത്തിന് വിശുദ്ധിയോടുകൂടിയില്ല ലോകത്തോടൊപ്പം ഇങ്ങനെ അവസാനം പറയുന്നത്. അതാണ് നമ്മുടെ പ്രാർത്ഥനക്കുണ്ടായിരുന്നത്. ലോകത്തോടുമാണ്. അപ്പൊ ഈ പ്രാർത്ഥനയും പ്രബോധനവും അപ്പം എത്തിക്കുന്നത് ഈ കൂട്ടായ്മയിലാണ്. അപ്പൊ ആ കൂട്ടായ്മയിലാണ് ദൈവത്തെ
നമ്മൾ തിരിച്ചറിയാനും ദൈവത്തെ അനുഭവിക്കാനും ഉള്ള ആ ഒരു വലിയൊരു ആവേശം കിട്ടുന്നത് എന്നും ദൈവത്തിന്റെ മക്കളും എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഒരേ തുല്യ അവകാശം, തുല്യമായിട്ടുള്ള അവകാശം എന്നുള്ള നിലയ്ക്ക് ഒരു നല്ല കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയും. അതാണ് നമ്മെ ഒരുമിപ്പിക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി മറ്റുള്ളവരെ കുറിച്ച് കൺസേൺഡ് ആവണം? കാരണം everyone else is my neighbor. യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചത് ഞാനല്ലാത്ത എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും എൻ്റെ അയൽവാസികൾ, മൈ നെയ്ബേഴ്സാണ്. ആ നെയ്ബേഴ്സിനെ എന്നെ ഞാൻ സ്നേഹിക്കുന്നതിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്ന തരത്തിൽ എനിക്ക് എന്നിൽ നിന്നും എന്നെ പുറപ്പെടുവിക്കാൻ, എന്നിൽ നിന്നും പുറത്തു പോകാൻ എനിക്ക് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പണ്ട് വലിയൊരു ബോധ്യം ഉണ്ടായിരുന്നു, അല്ലേ? എന്തായിരുന്നു ബോധ്യം? ക്രിസ്ത്യാനികളെ കുറിച്ച് പണ്ടത്തെ ചെറുപ്പത്തിലുള്ള ഏറ്റവും വലിയ ബോധ്യം ഉണ്ടായിരുന്നു. ആളുകൾ നമ്മളെ കുറിച്ച് മറ്റു മതക്കാരെ പറഞ്ഞു ക്രിസ്ത്യാനിയാണെങ്കിൽ ഒട്ടും പഠിക്കില്ല. കാരണം എന്തായാലും പണ്ടുകാലം ക്രിസ്ത്യാനിയാണെങ്കിൽ പഠിക്കില്ല. കർത്താവ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തുണ്ടാവില്ല, കർത്താവ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ചതിക്കില്ല, വഞ്ചിക്കില്ല, പറ്റിക്കില്ല, നുണ പറയില്ല, സത്യസന്ധതയില്ല, ആത്മാർത്ഥത ഉണ്ടാവും, അപ്രബോധം ഉണ്ടാവും, കഠിനാധ്വാനിച്ച് ഇതിനകത്തുള്ള നേഴ്സുമാരുടെ നമ്മുടെ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച നേഴ്സുമാർക്ക് ഈ കേരളത്തിന് പുറത്ത് ലോകമെമ്പാടും വലിയൊരു സ്വീകരണമാണ്, വലിയൊരു വെൽക്കമാണ്. എന്തുകൊണ്ട് അവരെ ഇന്ന ഒരു സ്ഥലത്ത് പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവരിൽ നിന്ന് എന്തുറപ്പാണ്? അവർക്ക് ശുശ്രൂഷ മനോഭാവം ഉണ്ടാവും, അവർക്ക് എളിമയുണ്ടാവും, അവർക്ക് അപ്രബോധം ഉണ്ടാവും, അവർക്ക് ആത്മാർത്ഥത ഉണ്ടാവും, അവർക്ക് സ്വയം വന്ന് തന്റെ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട് ഉള്ള ആ ഒരു ധൈര്യം ഉണ്ടാവും. ഇതിനൊക്കെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് തൈലാദി വസ്തുക്കൾ അശുദ്ധമായ അതൊന്നും കുറിച്ചേക്കാം. ക്രിസ്ത്യാനിയെ കുറിച്ച് കള്ളമായി പറഞ്ഞത് പൗലോസ് തൊട്ടാൽ ശുദ്ധമാവുന്നത്, അല്ലെ? നമ്മുടെ ബ്രാഹ്മണന് പൂജിക്കാൻ കൊണ്ടുപോകുന്ന തൈലം അത് അവരുടെ വിധിപ്രകാരം എവിടെയെങ്കിലും അശുദ്ധമായ അശുദ്ധമായാൽ അത് ശുദ്ധമാക്കാനായിട്ട് ശുദ്ധി ചെയ്യാനായിട്ട് ഒരു ക്രിസ്ത്യാനിയെ കണ്ട് തൊഴിച്ചാൽ ഒരു ക്രിസ്ത്യാനിയാണ്. ഒരു ക്രിസ്ത്യാനിയെ കണ്ട് തൊഴിച്ചാൽ അവരുടെ പൂജകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തൈലാദി വസ്തുക്കളെല്ലാം ശുദ്ധിയാവുക. അത്രമാത്രം വിശുദ്ധിയുടെ, നന്മയുടെ, നേർക്കാഴ്ചയുടെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു ക്രിസ്ത്യാനികൾ. ഇന്നും ഒരു ക്രിസ്ത്യാനിയെ കുറിച്ചാണ് പറയാൻ പറ്റും. പണ്ടത്തെ ആത്മാർത്ഥതയൊന്നുമില്ല. പണ്ടത്തെ ആത്മാർത്ഥതയൊന്നുമില്ല. എന്തുകൊണ്ടോ തോന്നുന്നു പണ്ടത്തെ സ്വാർത്ഥത കൂടുതലാണ്. ഞാൻ നമ്മുടെ സംസ്കാര ശുശ്രൂഷയില് അപരിസര പാട്ടുകളിൽ ദുഷ്ടത കുടിവാണ് അഴുകി നശിക്കും ലോകമിതെങ്കിൽ വിധിവർക്ക് ഒരാൾ പറഞ്ഞു സ്വാർത്ഥത കുടിവാണ് അഴുകി നശിക്കും ലോകം. ഞാൻ സത്യമായിട്ട് ആൾ പാടിക്കൊണ്ടിരുന്നതാണ് ആ പാട്ടുകാരൻ. അങ്ങനെ പുസ്തകത്തിൽ അങ്ങനെ കേൾക്കണം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ദുഷ്ടത കുടിവാണ് അഴുകി നശിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് സ്വാർത്ഥത കുടിവാണ് അഴുകി നശിക്കും ലോകമിതെങ്കിൽ ഭീതിയുണ്ട് എന്ന് കാണുന്നു. പണ്ടത്തെ ക്രിസ്ത്യാനികൾ പണ്ടത്തെ ആ ഒരു ക്ഷമയില്ല. പണ്ടത്തെ ഒരു ക്രിസ്ത്യാനിയുടെ കടയപ്പോ കാരണം മായ ഉണ്ടാവില്ല, പറ്റിക്കില്ല, വഞ്ചിക്കില്ല. ക്രിസ്ത്യാനി വക്കീലിന്റെ അടുത്തോ ചതിക്കില്ല, നല്ല സത്യസന്ധമായിട്ട് കാര്യമോ ഒരു ക്രിസ്ത്യാനിയുടെ ജഡ്ജ് ചെയ്യണോ? അവിടെയാണ് നീതി കിട്ടിയിരിക്കുന്നത്. കാരണം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ അത്
വിശുദ്ധിയാണ്, പ്യൂരിറ്റിയാണ്, നന്മയാണ്, നീതിയാണ്, സത്യമാണ്, സത്യസന്ധതയാണ്, വിശ്വസ്തതയാണ്. ഈ കാര്യങ്ങളൊക്കെ ഇന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് പറയാൻ കാരണം എന്തുകൊണ്ടാ പറയാൻ? ഞാൻ വിശ്വസിക്കുന്ന ഇന്നുമുണ്ട് എന്നുള്ളത്. ഓ വെരി ഗുഡ്. ഞാൻ കൈയടിക്കാൻ പറഞ്ഞില്ല, കാരണം ആരും കൈയടിക്കില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞാലും കൈയടിക്കാത്ത കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ ഇന്നും ഉണ്ടെന്നാണ്. അതിനോട് യോജിക്കുന്ന ആരെങ്കിലുണ്ടോ? ആ കാരണം ക്വാളിറ്റീസ് ഒക്കെ ഇന്നും ക്രിസ്ത്യാനികളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലുണ്ടോ? പൊതുജീവിതത്തിൽ പള്ളിയാറ്റ് വരുമ്പോഴല്ല അല്ലേ? അങ്ങനെയാണല്ലേ? നാട്ടുകാരുടെ ചോദിച്ചേട്ടോ. ഞാനെന്ന ഭാവം, അതായത് എല്ലാം എൻ്റെ കഴിവ്, എല്ലാം എൻ്റെ സമ്പത്ത്, എൻ്റെ കഴിവ്. ആ കഴിവിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല. നല്ലൊരു ചോദ്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ എല്ലാം എൻ്റെ കഴിവും എൻ്റേത് ഞാൻ എൻ്റേത് എന്നുള്ളൊരു അപ്പൊ എന്നോട് ശരിക്കാണല്ലോ ഞാൻ ചോദിച്ചു ശ്രദ്ധിക്കുക. അപ്പൊ ഇനി ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇവിടെ ചോദ്യത്തിനാണെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞു വീണതാണ്. പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, നമുക്ക് വിശ്വാസത്തിന് കുറവൊന്നുമില്ല, വിശ്വാസ്യത ഇടിഞ്ഞുപോയി. We have faith, but we have lost our credibility in society. Our credibility as a community is shaken. അതിൻ്റെ ഒരുപാട് കാരണങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്റഗ്രിറ്റി വന്നൊരു ശോഷണമാണ്. നമ്മുടെ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത, കൃത്യമായിട്ട് പറഞ്ഞാൽ സത്യസന്ധത. നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപനത്തിനകത്ത് പ്രധാന അധ്യാപകരുണ്ടോ? ഉണ്ടോ? ഹെഡ് മാസ്റ്റർ, അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പൽ ഉണ്ട്. എന്തോരം സർട്ടിഫിക്കറ്റ് കുട്ടികളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ലേ? എന്താ സർട്ടിഫിക്കറ്റ്? എന്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം കുട്ടിക്ക്? സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്താ സർട്ടിഫൈ ചെയ്യുന്ന ടീച്ചർ? ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് പറയുന്നത് ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് ആ കൊടുക്കുന്നതാണ്. കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും രണ്ട് നല്ലതാണ്. ഇത് നമ്മളിത് വളരെ കൃത്യമായിട്ട് അറിയേണ്ട കാര്യമാണ്. മനസ്സിലിരിപ്പ് ഉൾപ്പെടെ നല്ലതാണെന്നാണ് ക്യാരക്ടർ, കയ്യിലിരിപ്പാണ് കോണ്ടക്ട്. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മളെല്ലാവരും എന്തെങ്കിലും ആയിട്ടൊരു മിനിമം സാറ്റിസ്ഫാക്ടറി, ഒരു ഗുഡ് അല്ലെങ്കിൽ ഫെയർ 2-3 ഗ്രേഡ് കൊടുക്കും. പക്ഷേ ഈ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും യോജിച്ചു പോകുന്നതാണ് ക്രിസ്ത്യാനി എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. കാരണം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ, സത്യമായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ സത്യമായിട്ട് തന്നെ ജീവിക്കാൻ കഴിയുന്ന ട്രൂ ഓണസ്റ്റ് ജെന്യുയിൻ ലൈഫ് നമ്മുടെ ഹിപ്പോക്രസി, കാപട്യം. യേശുക്രിസ്തു ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പാപമാണ് ഈ കാപട്യം, ഹിപ്പോക്രസി. ഈ കപട ഭക്തരെ കാപട്യം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭക്തിയുടെ ഇന്റഗ്രിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ സ്വന്തമാക്കി തരുന്നത്. അപ്പം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വളരെ പ്രസിദ്ധപ്പെട്ടവരാണ്. ദൈവത്തിന് നിങ്ങൾ 1-ാം സ്ഥാനം കൊടുത്തോ, നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ലോകത്ത് 1-ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കും. അപ്പൊ ഞാൻ അവിടെ മക്കളോട് ചർച്ച ചെയ്ത് പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും എൻ്റെ ഒരു ദേവാലയത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദേവാലയത്തിന് മുമ്പിലെല്ലാം കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ബുക്കിൽ പറഞ്ഞല്ല, പക്ഷെ സത്യസന്ധമായിട്ട് നിങ്ങളുടെ ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കഴിച്ചു. ഇന്നേ വരെ ജീവിതത്തിൽ എനിക്ക് അസുഖത്താലോ അല്ലെങ്കിൽ യാത്രകളിലോ ഞങ്ങൾ വിശുദ്ധമായ ജീവിതത്തിൽ മുടങ്ങിയിട്ടില്ല, ജപമാലയും മുടങ്ങിയിട്ടില്ല. അത് ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നെടും തൂണുകളായിട്ട് കുർബാനയും പരിശുദ്ധ ജപമാലയും മുടങ്ങുന്നത്. അപ്പം എൻ്റെ ഒരു ഫാലി നരിമാൻ, വക്കീൽമാരൊക്കെ ഉണ്ട്. നരിമാൻ എന്നോട് മരിച്ചു ലോകത്തിൻ്റെ ഭാഗം ഏറ്റവും വലിയ ജോലിസ്ഥാനുണ്ട്. ഫാലി നരിമാൻ എന്ന് ചോദിച്ചു, ജഡ്സ് ഹൗ ഡു യു ഫൈൻഡ് ടൈം? ജഡ്സ് നിങ്ങളുടെ ദിവസം പള്ളിപ്പാ സമയം ഞാൻ ചോദിച്ചു, ഹൗ ഡു യു ഫൈൻഡ് ടൈം ഫോർ എവറിത്തിങ് എൽസ്? നിങ്ങൾക്ക് മറ്റെല്ലാത്തിനും സമയം കണ്ടെത്താൻ മതിയില്ല. നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ദേവാലയത്തിൽ ചെന്ന് പഠിക്കാൻ സമയമാണ്. അവിടെ നിന്ന് ഈ കുട്ടികൾ പരീക്ഷ എഴുതാൻ നോക്കുമ്പോൾ ഇന്നിപ്പോൾ പരീക്ഷ എഴുതാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾ ഈ അരമണിക്കൂറോ 1 മണിക്കൂറോട് കൂടി പഠിച്ചിട്ട് ഈ പഠിച്ചത് ഓർപ്പിച്ചേരുന്നതാണ്. അത് പരിശുദ്ധാത്മാവാണ്. ആ പഠിച്ചത് ഓർപ്പിച്ചേരുന്ന പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ആശ്രയം
മറക്കാൻ പറ്റാതെ വരുന്നു. കാരണം ഞാൻ ബുദ്ധി, അറിവ്, ഓർമ്മശക്തി, ആലോചന, ദൈവത്തെ ദൈവകൽപ്പനകാര വിശുദ്ധന്മാർ. ഈ പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനം കൊണ്ട് പറയാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ പഠിച്ച അറിവ് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ചോദിക്കും, ഈ ജ്ഞാനം അല്ലെങ്കിൽ വിശുദ്ധം, വിശുദ്ധം എന്ന് പറയുന്ന നല്ലൊരു ഡെഫിനേഷൻ ഉണ്ട്. ഷോർട്ടസ്റ്റ് ഡെഫിനേഷൻ വിശുദ്ധം. നമ്മുടെ കുട്ടികൾക്ക് എന്നുള്ള പ്രശ്നമാണ്, നമ്മുടെ കുട്ടികൾക്ക് ഈ പലരും ഒരുപാട് കഥകൾ കേൾക്കാണ്. കൈവിട്ട് പോകുന്ന കുട്ടികൾക്ക് ഈ കുട്ടികൾക്ക് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇല്ല. അതാണ് വിശുദ്ധം. അറിവുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്ലൈ. ഒന്ന്. രണ്ട്, മാനേജ് ദ അൺനോൺ. അതാണ് വിശുദ്ധത്തിൽ രണ്ടാമത്തെ പേരാണ്. ഇവർക്ക് അവർ പഠിച്ച കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത്, പക്ഷെ അത് പഠിക്കാത്ത ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് സന്നിഗ്ധാവസ്ഥ എന്താ ചെയ്യുന്നത് അറിയാൻ പാടില്ല. വിട്ടുപോകുക ചെയ്യുന്നത്. കാരണം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. മാനേജിങ് ദ അൺനോൺ വിശുദ്ധമാണ്. ആപ്ലിക്കേഷൻ നോളജ് വിശുദ്ധമാണ്. ഈ വിശുദ്ധം പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ഈ പരിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യമാണ്. ആ യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നത്. അപ്പോൾ why am I good to human beings? Because I am a Christian. ധൈര്യമായിട്ട് പറയാം, I have a Christian conscience. എന്റെ ക്രിസ്ത്യൻ ഒരു മണിക്കൂർ ക്രിസ്ത്യൻ കോൺഷ്യൻസ് എന്ന കൺസെപ്റ്റാണ്. എന്റെ മനസ്സാക്ഷി എന്ന് സമ്മതിക്കില്ല. എന്തുകൊണ്ട്? ക്രിസ്ത്യൻ കോൺഷ്യൻസ്. എന്താ ക്രിസ്ത്യൻ കോൺഷ്യൻസ്? ഒരിക്കലും അവരന് ദ്രോഹം വരുന്നൊരു കാര്യം, ഒരിക്കലും അവരനെ ചതിക്കുന്ന കാര്യം, ഒരിക്കലും അവരോട് കളവ് പറയുന്ന കാര്യം, ഒരിക്കലും മറ്റുള്ളവരെ പറ്റിക്കുന്ന കാര്യം, ഒരിക്കലും എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവന്റെ വേദന ഞാൻ വളർത്തുന്ന കാര്യം, ഒരിക്കലും എന്റെ നേട്ടത്തിന് വേണ്ടി അവന് കോട്ടം ഉണ്ടാക്കുന്ന കാര്യം, ഇതൊന്നും ഒരു ക്രിസ്ത്യാനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഒരു ക്രൈസ്തവ മനസ്സാക്ഷിക്ക് അത് നിരക്കാത്തതാണ്. അതുകൊണ്ടല്ലേ ദൈവത്തെ ഓർത്ത് ഉണ്ടായിരിക്കാൻ പറഞ്ഞില്ലേ, പല ഭാര്യമാരും ഭർത്താക്കന്മാരോട് പറഞ്ഞില്ലേ, ദൈവത്തോട് അവർ പറയാൻ കഴിയില്ല. അവർക്ക് ആ ചിന്ത ഉണ്ടെങ്കിൽ അവർ പറയുന്നില്ല. അല്ല, അതുകൊണ്ടാണ് ദൈവത്തോട് ഉണ്ടായിരുന്നില്ലേ, ദൈവത്തെ ഓർത്ത്. എന്തുകൊണ്ട്? ദൈവത്തെ ഓർക്കുമ്പോൾ ദൈവം മനസ്സാക്ഷിയിൽ നിന്നോട് ശ്രദ്ധിക്കും. വാട്ട് ഈസ് യുവർ ക്രിസ്ത്യൻ കോൺഷ്യൻസ്? ഈ ക്രിസ്ത്യൻ കോൺഷ്യൻസ് ആണ് നമ്മളെ നമ്മുടെ ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റി നമുക്കുള്ളതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെയാണ് ഒരു മനസ്സായിട്ട് ഇതാണ് ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിച്ചത്. നല്ലൊരു ക്രൈസ്തവ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അങ്ങനെ ക്രൈസ്തവ മനസ്സാക്ഷിയുള്ള കൂട്ടായ്മയിൽ ഒന്നായിരിക്കുക എന്നുള്ളത് സുഖമാണ്, സന്തോഷമാണ്, ദൈവരാജ്യമാണ്. രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൊടുക്കും. ഒരു മനസ്സുള്ളവരാണ്, ഒരു മനസ്സാക്ഷിയുള്ളവരാണ്. മനസ്സാക്ഷി പക്ഷേ ഈ ക്രൈസ്തവ മനസ്സാക്ഷിയുടെ രൂപീകരണത്തിന് നമ്മുടെ വിശ്വാസവും നമ്മുടെ കൂതാശകളും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും നമ്മളെ സഹായിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ കൂതാശാനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഈ കൂട്ടായ്മകളും എല്ലാം നമ്മൾ ഒന്നിപ്പിക്കേണ്ട ആദ്യമായിട്ട് നല്ലൊരു ക്രൈസ്തവ മനസ്സാക്ഷിയോട് കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. രണ്ട് ചോദ്യങ്ങളെ കൂടെ അവസാനിപ്പിക്കാൻ. ദൈവം മനുഷ്യനോട് ആദ്യം ചോദിച്ച ചോദ്യം, ദൈവം മനുഷ്യനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം നോഹയുടെ പേര് പറഞ്ഞാൽ what was the first question in the history of mankind that God asked to man? Yes, where? നീ എവിടെയാണ് ചോദിച്ചത്? നീ എവിടെയാണ് കുര്യൻ? നീ എവിടെയാണ് ചോദിച്ചത്? ഞാൻ ബറോഡയിൽ ഇവിടെ ഓഫീസിന്റെ ഓഡിറ്റോറിയത്തിലല്ല. ഇന്ന് ഞാൻ മരിച്ചാൽ, ഇപ്പോൾ ഞാൻ മരിച്ചാൽ ദൈവമേ നിന്റെ സന്നിധിയിൽ നിൽക്കാൻ പാകത്തിന് എന്റെ മനസ്സാക്ഷി ഞാൻ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുന്നതാണ്. കുർബാനയിലെ സഹായത്തിന് പ്രാർത്ഥനയുണ്ടല്ലോ, സുരമൽവർഷങ്ങളച്ച മനസ്സാക്ഷിയെ നിർമ്മലമാക്കിക്കൊണ്ടും ഹൃദയത്തെ വെളിവാക്കിക്കൊണ്ടും സഹായില്ല. കുർബാനയ്ക്ക് വരുന്നതാണ്. മനസ്സാക്ഷി നിർമ്മലമാക്കിക്കൊണ്ട് ഹൃദയത്തെ വെളിവാക്കിക്കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി എന്ന് പറഞ്ഞാണ് ഈ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടി ഒരു ശുശ്രൂഷ പ്രാർത്ഥനയുണ്ട്. കലഹങ്ങൾ പഠിച്ച് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ പ്രത്യേകിച്ച് പുറത്തൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ
അതിന്റെ പൊതുസാക്ഷ്യം എന്ന് പറയുന്നത് ഈ വിശ്വാസ്യതയാണ്. ഈ വിശ്വസ്തതയും സത്യസന്ധതയുമാകുന്ന ആ ഒരു ക്രൈസ്തവ ജീവിതം നല്ല ക്രൈസ്തവ മനസ്സാക്ഷിയോട് ജീവിക്കാൻ കഴിയട്ടെ. നീ എവിടെയാണ് ചോദിച്ചാൽ സന്നിധിയിൽ നിൽക്കാൻ മാത്രം യോഗ്യതയോടെ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാണ്, നീ ഇപ്പൊ വിളിച്ചാലും ഞാൻ റെഡി എന്നുള്ളത് പറയാൻ മാത്രം ജീവിതം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം ഇന്നത്തെ ബൈബിളുമായിട്ട് സുവിശേഷമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഖയനോട് ചോദിച്ചിട്ടുള്ളൂ എന്റെ സഹോദരൻ വേറെ യു ആൻഡ് വെരി ഷുവർ. ഈ രണ്ട് ചോദ്യം നമ്മൾ എപ്പോഴും ചോദിക്കും. ഭർത്താവിനോട് ചോദിക്കും വെരി ഷുവർ വൈഫ്, ഭാര്യയോട് ചോദിക്കും വെരി ഷുവർ കസൻ. അവിടെ ചെല്ലുമ്പോൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്ന ഞാൻ ഒരുപാട് ഭാര്യമാർ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 50 വർഷത്തിലൊരാളെ ജൂബിലി ആഘോഷിക്കുന്നു, ഒരു വിവാഹമോചനം എന്റെ അടുത്ത് വന്നു. അപ്പൊ ചട്ടം കൊണ്ടുവന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഈ മനുഷ്യനോട് ജീവിച്ച് എനിക്ക് കർത്താവ് എടുത്തതാണ്, എനിക്ക് എന്റെ കർത്താവ് മതി, ഭർത്താവ് വേണ്ട. സത്യസന്ധമാണ് പറഞ്ഞാൽ പിന്നെ എന്നെ ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ മൂന്ന് സഹോദരി ഈ 10-27 വർഷമായി നമ്മളോട് ജീവിക്കുന്നു. ഈ മനുഷ്യനെ കർത്താവിന്റെ സന്നിധിയിൽ എത്തിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി തീർന്നു, നിങ്ങളും പോയി അങ്ങേരും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്ക് കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി അവസാനത്തിൽ പറഞ്ഞ് നിങ്ങളുടെ കൈകളിൽ ദൈവം നിക്ഷേപിച്ചാണ് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ കൈകളിൽ ദൈവം നിക്ഷേപിച്ചാണ് നിങ്ങളുടെ ഭർത്താവ്. നിങ്ങൾക്ക് ചേരുന്ന എണ്ണയാണ് തന്നത്, ചേർക്കാത്തത് നിങ്ങളാണ്. ചേരുന്ന എണ്ണയെ തമ്പുരാന്റെ മുമ്പിൽ നേരത്തെ പറഞ്ഞ വിവാഹത്തിന്റെ പ്രശ്നത്തിൽ പറഞ്ഞില്ല, കാരണം ദൈവമാണ് ചേർന്നത്. ഒറ്റ വാരം ഒന്നിപ്പിച്ചവൻ കൂടെയില്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കാൻ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് കഴിയും. മറക്കരുത്, ഒന്നിപ്പിച്ചവൻ കൂടെയില്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കാൻ കഴിയും. ഒന്നിച്ച് നിൽക്കാൻ കഴിയും. തക്കവണ്ണം ഒന്നിപ്പിച്ചവൻ ഉടനെ കൊണ്ടാൻ കഴിയട്ടെ എന്ന് ഇവിടെ ആശംസിച്ചു കാണിക്കുന്നു. 3 മിനിറ്റ് 2 ചോദ്യം ആർക്കും വേണ്ടി ചോദിക്കും. എന്ത് ചോദ്യം കഴിയും? ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് ഞാൻ ബാക്കി വെച്ചോളാം. ഞാൻ 3 മിനിറ്റ് കൊടുത്തു. 40 മിനിറ്റ് എന്ത് ചോദ്യം വേണമെങ്കിൽ ചെയ്യും. ഇംഗ്ലീഷിലെ ചോദ്യം, മലയാളത്തിൽ ചോദ്യം. ഞാൻ എൻ്റെ ഒരു പ്രശ്നത്തിൽ ആ ചോദ്യത്തിന് അവസരം കൊടുക്കാതെ അവസാനിപ്പിക്കാറില്ല. ഇത്രയും സാർ എന്തെങ്കിലും ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോഴേ നമ്മുടെ കിട്ടിയില്ല. അത് ഇവരെ അവസരമായിട്ട് കാണുന്നതാണ്. ഞാനൊരു കുറച്ച് താമസിക്കാൻ ഒരു അപ്പാപ്പനും അമ്മമ്മയും ഒരു വയസ്സായ വല്ലാത്ത അവസ്ഥയിലായി ഇപ്പം അന്ത്യവിനാശം. അപ്പം വളരെ മോശം. അപ്പൊ അന്ത്യവിനാശോട് ഞാൻ അപ്പാപ്പനെ വിളിച്ചു. അപ്പാപ്പനെ അന്ത്യവിനാശോട് എൻ്റെ അച്ഛനെ വിളിച്ചു. അപ്പൊ അച്ഛൻ തരുമ്പോൾ കാണുന്നത് ഈ അമ്മമ്മ തന്നെ അപ്പുറത്തെ മനുഷ്യന്റെ വിട്ടുപോകുന്നതിനോ പ്രായം വരുമ്പോൾ പൊതുവെ പിന്നെ ഇന്ത്യയാണ്. അപ്പൊ അച്ഛൻ പറയാണ്, ഞാൻ അവസാനത്തെ കയ്യൊക്കെ നീട്ടി കൊടുത്തിരുന്നത് ഞാൻ ആലോചിച്ചാണ് അമ്മമ്മയുടെ ഇരിപ്പ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കണ്ണവിടെ കെട്ടിക്കോ ഞാൻ വിചാരിച്ചായിരുന്നു. ഞാൻ ഒരു ജനറൽ ചോദ്യമായിരുന്നു. നമ്മുടെ ഈ ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ റിലേറ്റഡ് വിഷയമാണെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ മീൻസ് ഈ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞോളാം. മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മുല്ലപ്പെരിയാറിന്റെ സയന്റിഫിക് സിറ്റുവേഷൻ എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് അത് ഈ എന്താ പറയുക അടിവശം കുന്നാണ്. അപ്പം ഈ കുന്നുകളിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ഒരു എർത്ത് ഡാമാണ് ശരിക്കും മുല്ലപ്പെരിയാർ. ഇതാണ് സയന്റിഫിക് അവർ പറയുന്നത്. അത് പൊട്ടിയാൽ ഇത്രയൊക്കെ സംഭവിക്കുന്നത്, അപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഇടിഞ്ഞു പോയൊരു സംഭവം ഉണ്ടാകാനാണ് അവർ പറയുന്നത്. പക്ഷേ ഇരുന്ന് പോലും ഏത് സന്തതിക്കും ഒരു ആയുസ് നിശ്ചയിക്കുന്നത് ഒന്നുമില്ല. മനുഷ്യനായുസുണ്ട്, മരത്തിനായുസുണ്ട്, മൃഗത്തിനായുസുണ്ട്, മനുഷ്യൻ സൃഷ്ടിച്ച എന്തിനും ആയുസുണ്ട്. ആയുസില്ലാത്ത ഒന്നുമില്ല. അങ്ങനെ ആയുസ് നിർണ്ണയിക്കപ്പെടേണ്ട സമയം മുല്ലപ്പെരിയാറിനായി. അത് നിർണ്ണയിച്ച് ആ മുല്ലപ്പെരിയാറിന് ഇങ്ങനെ സംഭവിച്ചാൽ വേറെ കെടുതികൾ സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം നമുക്ക്
മൈക്ക് കൊടുത്തു.